എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ 3 ടെസ്റ്റുകൾ അവസാനിച്ചു. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് 4ാം ടെസ്റ്റ് മത്സരത്തിനായാണ്. നാളെയാണ് ഇന്ത്യ ഇംഗ്ലണ്ട് 4ാം ടെസ്റ്റ് മത്സരം. അവസാന 2 ടെസ്റ്റ് മത്സരം ഇന്ത്യ ജയിച്ചതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആരാധകരും ആവേശത്തിലാണ്. ഈ ഒരു ടെസ്റ്റ് ഇംഗ്ലണ്ട് ജയിച്ചാൽ പരമ്പര സമനിലയാകും. തുടർന്ന് 5ാം ടെസ്റ്റ് ഒരു സീരീസ് ഡിസൈഡർ തന്നെയായിരിക്കും. എന്നാൽ ഇന്ത്യ ആകട്ടെ ഈ ഒരു ടെസ്റ്റ് മത്സരവും ജയിച്ച് പരമ്പര സ്വന്തമാക്കാൻ തന്നെയാണ് പദ്ധതിയിടുന്നത്. ഇപ്പോഴിതാ 4ാം ടെസ്റ്റ് മത്സരത്തിന് മുന്നോടിയായി ഇന്ത്യ പ്രാക്ടീസ് മാച്ച് കളിച്ചിരിക്കുകയാണ്. ഇന്ന് നടന്ന പ്രാക്ടീസ് മാച്ചിൽ ജയ്സ്വാൾ, ഗിൽ തുടങ്ങിയ താരങ്ങൾ വെടിക്കെട്ട് പ്രകടനമാണ് പുറത്തെടുത്തത്. അതുപോലെ ഓപ്പണിംഗിൽ രോഹിത്തും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഇന്ത്യയുടെ എല്ലാ താരങ്ങളും ഇപ്പോൾ ഫോമിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇനി പേടിക്കാനില്ല. പക്ഷേ ബൗളിംഗിൽ ബുംറ നാളത്തെ മത്സരത്തിൽ ഇന്ത്യൻ നിരയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അക്സർ പട്ടേൽ അല്ലെങ്കിൽ മുകേഷ് കുമാർ ആയിരിക്കും ബുംറയ്ക്ക് പകരക്കാരനായി ടീമിലേക്ക് എത്തുന്നത്. അതുപോലെ ഇന്ന് നെറ്റ്സിൽ സർഫറാസ് ഖാനും മികച്ച പ്രകടനം തന്നെ പുറത്തെടുത്തു. ജയ്സ്വാളിന്റെ ഇന്നത്തെ വെടിക്കെട്ട് പ്രകടനം കണ്ട് ഇംഗ്ലണ്ട് താരങ്ങൾ വരെ ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ്. ജയ്സ്വാൾ, സർഫറാസ് എന്നിവർ ഇന്ത്യയ്ക്കു വേണ്ടി ഇന്ന് സെഞ്ചുറി നേടി. രോഹിത്തും ഗില്ലും മികച്ച ഇന്നിംഗ്സ് തന്നെയാണ് ഇന്ത്യൻ നിരയിൽ കാഴ്ചവെച്ചത്. ബൗളിംഗിൽ അശ്വിനും ജഡേജയും ഇന്ന് ഫോം ആയി. കഴിഞ്ഞ മത്സരത്തിൽ ഇംഗ്ലണ്ട് ഇന്ത്യക്കൊരു എതിരാളി പോലുമല്ലായിരുന്നു. എന്നാൽ 4ാം ടെസ്റ്റിൽ ഇറങ്ങുന്ന ഇംഗ്ലണ്ട് ടീമിൽ നിരവധി മാറ്റങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. പല വമ്പൻ താരങ്ങളും ഇംഗ്ലണ്ട് ടീമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സൂക്ഷിച്ചു കളിച്ചില്ലെങ്കിൽ പണി കിട്ടും എന്നത് ഉറപ്പാണ്. നാളത്തെ ഇന്ത്യൻ ടീമിലും മാറ്റങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ മത്സരത്തിൽ ഫ്ലോപ്പ് ആയ പാട്ടിധാരന് പകരം ദേവദത്ത് പടിക്കൽ ടീമിൽ ഇടം നേടിയേക്കും എന്നാണ് റിപ്പോർട്ട്. മികച്ച ഒരു ബാറ്റിംഗ് നിര ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് തന്നെ 4ാം ടെസ്റ്റും ജയിച്ച് പരമ്പര ഇന്ത്യ സ്വന്തമാക്കും എന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ജയ്സ്വാൾ, ഗിൽ, രോഹിത്, സർഫറാസ് തുടങ്ങിയ എല്ലാ താരങ്ങളും ഇന്ത്യൻ നിരയിൽ ഫോമാണ്. ഓപ്പണിംഗിൽ രോഹിത് ജയ്സ്വാൾ സഖ്യത്തിന്റെ ഒരു വെടിക്കെട്ട് തന്നെയാണ് നമുക്ക് റാഞ്ചിയിൽ ഇന്ന് കാണാൻ സാധിച്ചത്. ജയ്സ്വാൾ നാളെയും ഇംഗ്ലണ്ട് ബൗളർമാരെ പഞ്ഞിക്കിടും എന്ന് ഉറപ്പാണ്. നാളത്തെ മത്സരത്തിൽ രോഹിത് കത്തിക്കേറിയാൽ ഇന്ത്യ കൂറ്റൻ സ്കോർ നേടും. നാളെ രാവിലെ 9:30 മുതൽ റാഞ്ചിയിൽ വച്ചാണ് 4ാം ടെസ്റ്റിന് അരങ്ങൊരുങ്ങുന്നത്. ജിയോ സിനിമാസിലും സ്പോർട്സ് 18 ചാനലിലും 4ാം ടെസ്റ്റ് നമുക്ക് തത്സമയം കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 4ാം ടെസ്റ്റിൽ ഇന്ത്യക്ക് ഇംഗ്ലണ്ടിനെ അട്ടിമറിച്ച് വിജയിക്കാൻ സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.